ഓക്കെ ഗായ്സ്, അങ്ങനെ ഗായ്സ് നമ്മളെന്തായാലും ഗായ്സ് അങ്ങനെ പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഗായ്സ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കാണ്. ഓക്കെ, അപ്പോൾ ഗായ്സ് അപ്പോൾ നമ്മളെന്തായാലും ചെയ്യാനായിട്ട് പോകണമെന്ന് വെച്ചാൽ ഒരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഗായ്സ് നമ്മൾ ഇന്നെന്തായാലും വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വേറെ ലെവലും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും ഏതാണ് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നമുക്കെന്തായാലും വെളിയിലൊക്കെ ഇറങ്ങാൻ പോകും. കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മളെന്തായാലും ആദ്യമായിട്ട് എന്തായാലും സ്കൂളിലും കിളക്കെ പോയാൽ നമ്മൾ മൊത്തത്തിൽ എന്തായാലും കളിയാക്കിയിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. ഓക്കെ, അവന്മാരൊക്കെ അപ്പം അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതിന് പകരമായിട്ട് എനിക്ക് അച്ഛൻ എന്തായാലും ഒരു പുതിയൊരു താറെന്തായാലും മേടിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അതല്ലാതെ തന്നെ ഗൈസ് നമ്മുടെ അച്ഛൻ വേറൊരു പുതിയ വണ്ടി എടുത്ത് ഗൈസ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. അച്ഛൻ്റെ പുത്ത വണ്ടിയാണ്. ഓക്കെ, ഈ GTR ഫ്രണ്ടിലാണ്. GTR ഗ്ലാസ്സൊക്കെ ചെറുതായിട്ട് പൊട്ടിയിരുന്നു, അതൊക്കെ റെഡിയാക്കി വണ്ടി കഴുകിയിട്ടിരിക്കുകയാണ് മൊത്തം. ഓക്കെ, ഇതാണ് ഗൈസ് അച്ഛൻ വാങ്ങിച്ച പുതിയ വണ്ടിയൊക്കെ. ഇത് ലംബോർഗിനി ടാർസോ ആണെങ്കിൽ ഇത് അച്ഛനും ഓടിക്കാൻ എനിക്കും ഓടിയൊക്കെ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ അച്ഛൻ ഈ GTR ഒരിക്കലും എനിക്ക് ഓടിക്കാൻ തരില്ല. ഇതൊക്കെ ഇത് അച്ഛൻ മാത്രമേ ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അച്ഛന് മാത്രമല്ല, ഞാൻ പറഞ്ഞ അച്ഛൻ ഞാനും കൂടെ ഓടിച്ചോട്ടാണ്. പക്ഷെ അച്ഛൻ എന്തായാലും തരണില്ല. ഇതൊക്കെ കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ടെർസൊക്കെ മതിയൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ മഹീന്ദ്ര താറിങ്ങളൊക്കെ ഇവിടെ കിടക്കണം. നമ്മൾ ഇന്നലെ ഒരുത്തനോട് ബെറ്റ് വെച്ചിരുന്നു. ഓക്കെ, ബെറ്റ് വെച്ചോണ്ട് തന്നെ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ഒന്ന് വണ്ടി എടുത്തൊക്കെ ഒന്ന് വെളിയിലൊക്കെ പോയിട്ടൊക്കെ അവൻ്റെ കൂടെ നമ്മൾ ഇന്നലെ ബെറ്റ് വെച്ചിരുന്നു. ആ ബെറ്റ് നമ്മൾ റേസ് കളിക്കണോ നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ഇന്നെന്തായാലും ഇപ്പം എന്തായാലും കോളേജുകളൊക്കെ ഇല്ല. ഇന്നെന്തായാലും ഞായറാഴ്ചകളൊക്കെ ആണല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, വണ്ടി എടുത്തുകൊണ്ട് വെളിയിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഓക്കെ, നമുക്കെന്തായാലും വണ്ടി എടുത്തുകൊണ്ട് നേരെ എന്തായാലും അങ്ങോട്ടൊക്കെ പോയിട്ട് വരാം. ഓക്കെ ഓക്കെ, ഞാൻ എന്തായാലും നൈസായിട്ട് എന്തായാലും ഇതിലേക്കൂടെ അതിനെ U-ടേൺ എടുത്ത് നേരെ എന്തായാലും അങ്ങ് പാർക്കുകയാണെങ്കിൽ ഓക്കെ ഗൈസ്, ഒരു കോളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് നൈസായിട്ട് എന്തായാലും ഫോണും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കാം. ആ ഹലോ, ഇത് ഞാനാണെടാ, നിനക്കെന്നെ മനസ്സിലായോ? ആരാണ് നീ? എടാ ഞാനാണെടാ നിൻ്റെ ശത്രു. ഓ നീയാ? ഡാ ഞാൻ വിചാരിച്ച് നീ ആ കാര്യമൊക്കെ മറന്നാണെന്ന്, മറ്റേ ബെറ്റിൻ്റെ. ഇല്ലടാ, ഞാൻ ഒരിക്കലും മറക്കില്ല. നീ എൻ്റെ കൂടെ ബെറ്റിന് കളിക്കുകയും ചെയ്യും, ഞാൻ നിൻ്റെ താറടിക്കുകയും ചെയ്യും. എനിക്ക് ആ വണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇപ്പോഴേ നീ വണ്ടിയൊക്കെ റെഡിയാക്കി വെക്കേ. പോടാ ഇവിടെ നിന്ന്, ഞാൻ ഈ റേസിന് ജയിക്കുമോ? നമുക്ക് കാണാം. നമുക്കൊന്ന് റേസിന് ഫസ്റ്റ് കളിച്ചു നോക്കാം. നീ ആദ്യം എൻ്റെ വീട്ടിലൊന്ന് വാ, നമുക്ക് എന്തായാലും നോക്കാം. ശരിയടാ. ഓക്കെ കേസ്, അവനായിരുന്നു. ഓക്കെ, നമ്മുടെ ശത്രു. ഓക്കെ, നമ്മുടെ പരമശത്രുവാണ് കേസ് അവനൊക്കെ. അപ്പം നമ്മളാ വിളിച്ചേക്കണം കേസ് അവൻ്റെ വീട്ടിലേക്ക്. ഓക്കെ, എന്തായാലും അവൻ പറയണത് വണ്ടിയൊക്കെ റെഡിയാക്കി വെക്കാനാണ്. ഓക്കെ, എന്തായാലും ഞാൻ ഒരിക്കലും ഈ വണ്ടി കൊടുക്കില്ല കേസ്. ഓക്കെ, നമുക്ക് ഈ വണ്ടിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും പോരാ കേസ്. ഓക്കെ, കുറേ കൂടെ സ്പീഡുകളൊക്കെ വേണം. ഓക്കെ, നമുക്ക് എന്തായാലും ഫസ്റ്റ് എന്തായാലും അവൻ്റെ വീട് വരെ എന്തായാലും പോകാം. ഓ, വണ്ടി ഇടിക്കല്ലേ, പുതിയ വണ്ടിയാണ്. ഇന്നലെ ചെറുതായിട്ട് തട്ടയൊക്കെ ചെയ്ത് അതൊക്കെ നമ്മളെന്തായാലും ഫുള്ളായിട്ട് റെഡിയാക്കി. ഓക്കെ, എന്തായാലും ഫുള്ളായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ് വണ്ടി. ഓക്കെ, അയ്യോയ്യോയ്യോ വണ്ടി എന്താണ്. ഓക്കെ, നമ്മളങ്ങനെ അവൻ്റെ വീട്ടിലോട്ട് ഏകദേശം എത്തി. ഇതാണ് അവൻ്റെ വീടും കാര്യങ്ങളൊക്കെ. എൻ്റെ മോനെ, അവൻ്റെ വീടൊരു വലിയ വീടാണ്. ഓക്കെ, എൻ്റെ ഫ്രണ്ടിൽ തന്നെ അവൻ്റെ മസ്താങ്ക് കിടപ്പുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് വീടിൻ്റെ അകത്തോട്ട് കയറ്റാം. ഞാൻ എന്തായാലും നേരെ എന്തായാലും അകത്തോട്ട് കയറ്റി ഇതിലേക്കൂടെ U-ടേൺ എടുത്ത് ചുമ്മാ ഷോ കാണിക്കാൻ കേസ്. ഓക്കെ ഓക്കെ, ഡാ നീ എന്താ കാണിക്കണത്? അവൻ വന്നു കേസ്. ഓക്കെ, അവ എവിടെ? അവൻ്റെ സൗണ്ട് കേട്ടല്ലേ ഇപ്പം വെളിയിലാണ് അവേ. എനിക്കറിഞ്ഞൂടാ, ഇവിടെ ഒന്നുമില്ലല്ലോ. ഡാ ഇങ്ങ് വാടാ. ഓ, അവിടെ നിൽക്കരുത്. ഇവരെങ്ങനെ നമ്മളെ കണ്ട് ഇത്ര പെട്ടെന്ന്? ഡാ, എൻ്റെ കണ്ണിൻ്റെ ശക്തി നിന്നെക്കാളും കൂടുതലാണ്. നീ എന്തിനടാ ചുമ്മാ ഷോ കാണിക്കണം? അത് എൻ്റെ വീടിൻ്റെ അകത്തൊക്കെ കയറി വണ്ടിയൊക്കെ ഡ്രിഫ്റ്റ് ആക്കണ. നിനക്കുള്ള അധികാരമൊക്കെ ആരാ തന്നത്? എൻ്റെ അധികാരമൊന്നും വേണ്ട. ഇത് നിൻ്റെ വീടല്ലേ, നിൻ്റെ അച്ഛൻ്റെ വീടല്ലേ. ആരെ വീടാലും ശരി, എൻ്റെ വീട് മാത്രമാണിത്. ശരി പോട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും റേസിന് പങ്കെടുത്താലോ? ശരി, ഞാൻ സമ്മതിച്ച്. റേസ് എവിടെ നടക്കണ? റേസ് എന്ന് വെച്ചാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനില്ലേ, റെയിൽവേ സ്റ്റേഷനിൽ ഏറ്റവും ഫസ്റ്റത്തെ ആ ഒരു ലൈനിൻ്റെ അപ്പുറത്തോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഫുള്ള് ചുറ്റി ജുറാസി പാർക്ക് കംപ്ലീറ്റ്ലി ചുറ്റി ആരാണ് ഏറ്റവും ഫസ്റ്റ് വരണത് അവർ ജയിക്കും. ഓക്കെ, ഇത് സിമ്പിളല്ലേ. ഓക്കെ, അവനെ വേറെ കാര്യം കൊണ്ട് എന്താണ്
ഈ റേസ് ഒരു സാധാരണ റേസ് അല്ല, ഇത് 2 കാർ വെച്ച് കളിക്കുന്ന റേസ് അല്ല, ഇതൊരു ടൈം ലാപ്പിൻ്റെ റേസാണ്. ഞാൻ ടൈം വെച്ചാണ് കളിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പം ഞാനാണെങ്കിൽ 6 മിനിറ്റ് ആണെങ്കിൽ റേസും കാര്യങ്ങളൊക്കെ കളിച്ച് തീർന്നു. നീ 2 മിനിറ്റ് വെച്ച് റേസും കാര്യങ്ങളൊക്കെ കളിച്ച് തീരണമെങ്കിൽ ഞാൻ നിനക്ക് എൻ്റെ കാറ് തരും. അഥവാ നീ 6 മിനിറ്റ് എടുത്തിട്ട് ഞാൻ വെറും 2 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ നിൻ്റെ താറ് എനിക്ക് തരണം. ഓക്കെ ശരി, ബെറ്റ്. ഓക്കെ എന്നാൽ കാണാടാ. ശരി, നമുക്ക് കാണാം. ഓക്കെ, അവൻ നമ്മളോട് വലിയ പൊങ്ങച്ചൊക്കെ അടിച്ച് ബെറ്റൊക്കെ ചെയ്തൊക്കെ. എന്തായാലും എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ സുഖമായിട്ട് ജയിക്കും. ഓക്കെ, ടൈം ലാപ്പിൻ്റെ റേസാണല്ലോ, അതുകൊണ്ട് കുറേ കൂടെ സിമ്പിളാണ്. ഓക്കെ, നമ്മളാണെങ്കിൽ ഇവിടെ വണ്ടിയൊക്കെ ഡ്രിഫ്റ്റാക്കി നിർത്തി സീനാക്കിയിട്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, ആരും അറിയാതെ ഇതിനെയും കൊണ്ട് ഒരു സ്ഥലത്ത് പോവാം. വെളിയിൽ ഇറങ്ങിയിട്ട് പറയാം. ഓക്കെ, എൻ്റെ വീട്ടിൽ വല്ല CCTV വല്ലതും ഉണ്ടെങ്കിലോ. ഓക്കെ ഓക്കെ, ഇതവൻ്റെ ആദ്യത്തെ കാറാണ്, ആ സൂപ്പർ. ഓക്കെ, ഇതവൻ പണ്ട് സ്കൂളിൽ കൊണ്ടുവന്ന് വലിയ ഷോയെ കാണിക്കും. ഇത് പുതിയതാണ് ഈ മസ്താങ്. ശരി എന്നാൽ ഞാൻ വരാം. ഓക്കെ ഓക്കെ, അവൻ നമ്മളെ വെല്ലുവിളിച്ചല്ലേ കാണിച്ചതരാൻ. ഞാനിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ വണ്ടിയും കൊണ്ട് നേരെ ഞാൻ എന്തായാലും നമ്മുടെ വർക്ക്ഷോപ്പിൽ പോകണം. ഓക്കെ, വർക്ക്ഷോപ്പ് മീൻസ് വണ്ടി ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകണത്. നമ്മുടെ വണ്ടി പറഞ്ഞപ്പോൾ തന്നെ സൈഡ് അടിച്ച് കുഴപ്പമില്ല, നമുക്ക് ശരിയാവും. ഓക്കെ, നമ്മുടെ ബെന്നി ഇല്ല കേസ്. ഓക്കെ, ബെന്നിയുടെ വർക്ക്ഷോപ്പിലാണ് ഇപ്പോൾ ഞാൻ കൊണ്ടുപോകാനായിട്ട് പോകണം. നമ്മുടെ ബെന്നിയുടെ വർക്ക്ഷോപ്പ് ഞാൻ ഇവിടെ തൊട്ടടുത്താണ്, നമ്മുടെ ബെന്നിയുടെ ഗറാജൊക്കെ. അപ്പോൾ അവിടെ കൊണ്ടുപോയി വണ്ടിയുടെ സൈഡിലത്തെ ഡോറിന് ഇടിച്ചില്ലേ, അത് ശരിയാക്കി കംപ്ലീറ്റ് മോഡിഫൈ ചെയ്ത് ഫുള്ള് സ്പീഡ് കൂട്ടിയൊന്നും എടുക്കുക. ഓക്കെ, വണ്ടി ഒന്നും ഫുള്ള് മോഡിഫൈ ചെയ്യണമെന്നില്ല, ഫുള്ള് സ്പീഡൊക്കെ ഒന്ന് കൂട്ടിയെടുക്കുക. ഓക്കെ, ഇപ്പോൾ എന്തായാലും ബെന്നി എന്തായാലും ഫുള്ളായിട്ട് എന്തായാലും സെറ്റാക്കട്ടെ. ഓക്കെ, നമുക്ക് എന്തായാലും അതുവരെ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഗായ്സ്, ഞാനാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇഷ്ടം പോലെ നേരങ്ങളൊക്കെ എന്തായാലും വെയിറ്റിങ്ങുകളൊക്കെ എന്തായാലും ചെയ്തിട്ട് എന്തായാലും ഉണ്ട്. ഫൈനലി ബെന്നി ഫുള്ളായിട്ട് സെറ്റാക്കി. ഏകദേശം $1 മില്യൺ നമ്മളെന്തായാലും ബെന്നിക്ക് എന്തായാലും കൊടുത്തിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും $1 മില്യൺ ബെന്നിക്ക് കൊടുത്തിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പം അത്രയും രൂപയ്ക്ക് എന്താണ് ഞാൻ മോഡിഫൈ ചെയ്തതെന്ന് വെച്ചാൽ നമുക്കെന്തായാലും അവൻ്റെ വണ്ടി എടുക്കുന്നുണ്ട്, അവന് വേണ്ടിയാണ്. നല്ല സ്പീഡുകളൊക്കെ വണ്ടിക്ക് ഇപ്പോൾ എന്തായാലും ഉണ്ട്. നമുക്കെന്തായാലും ഒന്ന് ഓടിച്ചോ. വേറെ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും തന്നെയല്ല, പക്ഷെ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വണ്ടിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, വണ്ടിയുടെ സസ്പെൻഷൻ ഇച്ചിരിയും കൂടെ എന്തായാലും പൊക്കിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അതെന്താണ് ഞാൻ പൊക്കിയത് എന്തായാലും ഞാൻ പറഞ്ഞെന്തായാലും തരാൻ കേസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളാണെങ്കിൽ ഈ സ്പീഡിൽ പോകുമ്പോൾ പെട്ടെന്ന് ഏതെങ്കിലുമൊക്കെ വണ്ടി ഒന്ന് ഫ്രണ്ടിൽ ചാടി തന്നാലല്ലേ വൺ സീനാണൊക്കെ, അതിന് വേണ്ടിയിട്ടാണൊക്കെ. അപ്പം അതുകൊണ്ടും കാര്യങ്ങളൊക്കെയാണ് കേസൊക്കെ. അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തായാലും ഇതെന്തായാലും ചെയ്തതൊക്കെ. അപ്പം നമുക്കെന്തായാലും നോക്കാം കേസൊക്കെ. ചിലപ്പോൾ നമ്മളെ കൊണ്ട് ഈ റേസിന് ജയിക്കാൻ പറ്റുമായിരിക്കും. എന്തായാലും ഞാൻ ഇപ്പം എന്തായാലും വണ്ടികളൊക്കെ എന്തായാലും എടുത്ത് എന്തായാലും പോവുകയാണ്. ഓക്കെ, എന്തായാലും നമുക്കെന്തായാലും അവൻ പറഞ്ഞ ലൊക്കേഷനും കണക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ എന്തായാലും ഇതുവഴി ഇങ്ങനെ കറങ്ങി പോകാമല്ലോ, പോലീസ് വല്ലതും കണ്ട സീനാണൊക്കെ. നമുക്കെന്തായാലും നേരെ എന്തായാലും അങ്ങോട്ട് എന്തായാലും പോവാൻ കേസൊക്കെ. ഞാൻ എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് നേരെ എന്തായാലും കത്തിച്ചിട്ടുണ്ട്. ഓക്കെ കേസ്, അവിടെ വണ്ടികളൊക്കെ സെറ്റാക്കി വെച്ചേക്കണ്. ഓക്കെ കേസ്, അവൻ്റെ മസ്താങ്ങുകളൊക്കെ ഇവിടെ കിടക്കുകയാണ് നൈസായിട്ട്. നമ്മുടെ താറുകളൊക്കെ ഇതിൻ്റെ പുറകിൽ പാർക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ, അങ്ങനെ അവൻ്റെ കൂടെ ചോദിച്ചു. ഇനി തോന്നുന്നു അവൻ നേരത്തെ റേസ് കളിച്ചിട്ട് നിൽക്കുകയാണ് തോന്നുന്നു. ഇനി അവൻ കള്ളവൻ പറയുമെന്ന് എനിക്ക് അറിയണ്ടേ, നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. ഓക്കെ, എടാ നീ റേസിൽ ജയിച്ചാ? എടാ ഞാനാണെങ്കിൽ ഒരു എത്ര 12.9, അതായത് 12 മിനിറ്റ് 9 സെക്കൻഡ് ആണ് ഞാൻ റേസ് കളിച്ച് എടുത്തത്. അപ്പം നീ നേരത്തെ ചെയ്താ? ഇല്ല ഇത് ഞാൻ വിശ്വസിക്കില്ല, നീ കള്ളനാണ്. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഇത് അവന്മാരോട് ചോദിക്കാം, അവന്മാരിൽ കൗണ്ടറൊക്കെ ഉണ്ട്. എടാ നിങ്ങളുടെ കൗണ്ടർ ഉണ്ടാ? ആണ് ബ്രോ, ഇത് നോക്ക് ബ്രോ, കണ്ടാ? ഓ ശരിയാണ് ഗൈസ്, ഇവനെന്തായാലും 12 മിനിറ്റ് 9 സെക്കൻഡുകളൊക്കെ എന്തായാലും ഈ ഒരു ഇതുങ്ങളൊക്കെ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ കളിക്കട്ടാ? ശരി, നീ കളിച്ചോ. ഞങ്ങൾ പിന്നെ കൗണ്ട് എടുക്കാം. ഓക്കെ, ഞാൻ വണ്ടി കയറട്ടെ.
ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ റേസാണ്, എന്താവുമെന്നൊന്നും എനിക്ക് ഒരു പിടിയും തന്നെ ഇല്ല. അയ്യോ നല്ല പേടികളൊക്കെ ഇനിയുണ്ട് കേട്ടോ. ഓക്കെ എന്താണ് കാണിക്കണേ? ഓക്കെ എടാ, ഓൾ ദ ബെസ്റ്റ് നിനക്ക്. ഞാൻ തന്നെ ജയിക്കും, നീ ഒരിക്കലും ജയിക്കില്ല. നിന്റെ താറ് ഞാൻ എടുക്കുകയും ചെയ്യും. നമുക്ക് നോക്കാം. അപ്പം ഞാൻ കൗണ്ട് വയ്ക്കാം, അപ്പം നീ വണ്ടി എടുക്കണേ. ഓക്കെ ഓക്കെ. എന്താവുമെന്ന് അറിയണം. വണ്ടിയുടെ സസ്പെൻഷനൊക്കെ കൂട്ടി. ഓക്കെ ബീച്ച് വരെ പോകണത് എന്തായാലും നമുക്ക് എന്തായാലും നോക്കാം. അവൻ 12 മിനിറ്റ് എടുത്തു, അത്രയൊക്കെ ദൂരെ പോകണോ? എനിക്ക് ഇറങ്ങണ കേസ്. ഓക്കെ എന്തായാലും ഞാൻ എന്തായാലും പോകാനായിട്ട് എന്തായാലും പോവുകയാണ്. ഓക്കെ എന്തായാലും ഓണമൗത്ത് ഗെറ്റ് സെറ്റ് ഗോ. ഓക്കെ ഗായ്സ്, ഫൈനലി എന്തായാലും ഗൈസ് നമ്മളങ്ങനെ വണ്ടി കണക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ മോനെ വണ്ടി വളരെ പതുക്കെയാണ് പോണത്. അത്യാവശ്യം നല്ല മോഡിഫിക്കേഷൻസ് കണക്കെ എന്തായാലും ചെയ്തിട്ട് എന്തായാലും ഉണ്ട്. പക്ഷെ എന്നാലും വണ്ടി എന്തായാലും പതുക്കെയാണ് പോണൊക്കെ. അതൊന്നും നമുക്ക് സീനില്ല. ഓക്കെ എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും 31 സെക്കൻഡ് കണക്കെ എന്തായാലും ആയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ നമ്മുടെ ബീച്ചിലൊന്ന് നേരെ തിരിച്ച് കറങ്ങി ഇവിടെ തന്നെ എന്തായാലും വരണമെന്നും കൂടെ എന്തായാലും അവൻ പറഞ്ഞു. ഓക്കെ അതൊരു സീനാണ് കേസ്. ഓക്കെ ഞാൻ വിചാരിച്ച് ബീച്ച് വരെ ഉള്ളൂ. എന്നാൽ സുഖമായിട്ട് വെറും 50 സെക്കൻഡൊക്കെ കൊണ്ട് ഞാൻ എന്തായാലും ഈസി ആയിട്ട് ഞാൻ എന്തായാലും എടുത്തേനെ. ഞാൻ എന്തായാലും ഇപ്പം ഏകദേശം എവിടെയോ വന്നേക്കാണ്. നമുക്കെന്തായാലും ഇപ്പം എന്തായാലും എത്ര മിനിറ്റുകളൊക്കെ ഉണ്ടായെന്ന് നോക്കാം. നമ്മുടെ വണ്ടിയിലും കളഞ്ഞ മിനിറ്റ് എന്തായാലും സെറ്റ് ചെയ്തിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് 3 സെക്കൻഡുകളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ നമുക്ക് പെട്ടെന്ന് ഓക്കെ നമ്മൾ റേസ് സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ വണ്ടി ചവിട്ടി എന്തായാലും നിർത്തണം. ഓക്കെ അവൻ ആദ്യം പറഞ്ഞത് നമ്മുടെ ഈ ഒരു ബീച്ച് വരെ ഉള്ളൂ എന്നൊക്കെ, പിന്നെ പറഞ്ഞ് ഇതുവരെ ഉള്ളൂ. അതുകൊണ്ടാണ് ആലോചിക്കണം അവൻ ഇത്രയും മിനിറ്റ് എടുത്തത്. അവൻ്റെ കയ്യിലാണ് മസ്റ്റാഗും കൂടെയാണ്. ഓക്കെ നമുക്കെന്തായാലും പെട്ടെന്ന് എങ്ങനെയെങ്കിലും കഴിച്ച് എന്തായാലും നല്ല രീതിക്ക് എന്തായാലും നമുക്കെന്തായാലും എടുക്കണം. ഓക്കെ എന്തായാലും അവൻ നല്ല സ്പീഡിലാണ് പോയത്. ഓക്കെ പക്ഷേ അവൻ്റെ കാർ എങ്ങനെ ഇത്രയും കുറഞ്ഞതാണ് ആലോചിക്കണത്. ഇവിടെ വളവുകളൊക്കെ ഉണ്ട്, ഇതാണ് സീൻ. ഓക്കെ വണ്ടിയുടെ സസ്പെൻഷനൊക്കെ കിട്ടുന്ന സസ്പെൻഷനാണ്. വീട് നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആയി, നമ്മുടെ ഈ താറും പോവും, എല്ലാം പോകും. വണ്ടിക്ക് എന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. ഓക്കെ വണ്ടി ഇപ്പോൾ ഏകദേശം എത്ര, ഈ വണ്ടി ഇപ്പോൾ ഫുൾ എമൗണ്ട് എല്ലാം കൂടെ ചേർത്ത് ഏകദേശം 2 മില്യൺ കണക്ക് ആയിട്ടുണ്ട്. ചെറിയ വണ്ടി മോഡിഫൈ ചെയ്തതും പിന്നെ വണ്ടി വാങ്ങിച്ചത് വേറെ കുറേ കാര്യങ്ങളെല്ലാം കൂടെ ഏകദേശം 2 മില്യൺ കാര്യങ്ങളൊക്കെ എന്തായാലും ആയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ അപ്പം ആ 2 മില്യൺ കറക്റ്റായിട്ട് നമ്മളിവന് കൊടുക്കണം ഗൈസ്, അതാണ് സീൻ. ഓക്കെ നമ്മളിപ്പോൾ ഏകദേശം എന്തായാലും ബീച്ചിൻ്റെ ഈ സൈഡ് എത്തി. ഇവിടെ നിന്ന് നേരെ എന്തായാലും ഈ ഒരു പോർഷനിൽ കൂടെ ഇങ്ങനെ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്ത് എന്തായാലും വളച്ചെന്തായാലും എടുക്കണം. ഓക്കെ ഇവിടെ നേരെ ഫ്രണ്ടിലോട്ടാണ്. ഓക്കെ എത്ര മിനിറ്റ് എടുക്കുമെന്നൊന്നും എനിക്കൊരു പിടിയും തന്നെ ഇല്ല ഗൈസ്. അയ്യോ വണ്ടി വണ്ടിയുടെ കൺട്രോളുകളെല്ലാം പോവുകയാണ്. ഓക്കെ എന്തായാലും വണ്ടി എന്തായാലും പോട്ട്. വണ്ടി ഇടയ്ക്കിടയ്ക്ക് സ്പീഡ് എന്തോ കുറയണം, എന്താണെന്ന് എനിക്കറിയണ. നമ്മളെന്തായാലും നേരെ എന്തായാലും പോവേണം. ഓക്കെ നമുക്കെന്തായാലും കത്തിച്ചെന്തായാലും വിടാം. ഓക്കെ നമ്മുടെ വണ്ടിയുടെ ഡോറൊക്കെ ഇപ്പോഴും തന്നെ എന്തായാലും ഇടിച്ചിട്ട് എന്തായാലും ഉണ്ട്. മിക്കവാറും റേസ് കഴിയുമ്പോൾ വണ്ടിയുടെ വേറെ തീരുമാനം. ഓക്കെ ഗൈസ് നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട്. ഓക്കെ നമുക്ക് പിന്നെ ഷോർട്ട് കട്ട് എന്തായാലും പിടിക്കാനായിട്ട് പാടില്ല. ഓക്കെ ഷോർട്ട് കട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആവും. ഓക്കെ ഡിസ്ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നമ്മളെന്തായാലും തോറ്റ് ചെയ്തു. ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ ഏകദേശം അവൻ്റെ വീടിൻ്റെ ഏരിയയിലോട്ട് എത്തും. നമ്മൾ നല്ല ദൂരം പോയിട്ടാണ് വന്നത്. ഓക്കെ എത്ര മിനിറ്റായി നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും നോക്കട്ടെ ഗൈസ്. ഓക്കെ അയ്യോ നമ്മുടെ വണ്ടിയുടെ ഇൻഫോർടൈൻ സിസ്റ്റം വർക്ക് ആവണില്ല. വണ്ടി ഇടിച്ച് ചെറുതായിട്ട്. ഓക്കെ ഗൈസ് 3 മിനിറ്റ് ഞങ്ങൾക്ക് ആയിട്ടുള്ള ഇതിലായിട്ടൊക്കെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അവൻ 12 മിനിറ്റ് എടുത്ത്. എന്തായാലും ഇത്രയും മിനിറ്റ് എടുക്കാൻ കാര്യം എന്തെന്നാണ് ആലോചിക്കണത് ഞാൻ. ഓക്കെ എന്തായാലും ഞാൻ എന്തായാലും വണ്ടി കൊണ്ട് എന്തായാലും കത്തിച്ചെന്തായാലും നേരെ എന്തായാലും പോവുകയാണ്. എൻ്റെ മോനെ ഗൈസ് പണിപ്പാളി. കറക്റ്റ് നമ്മൾ ജയിക്കാറായപ്പോൾ തന്നെ വണ്ടി ആക്സിഡൻ്റ് ആയി. നമ്മുടെ താറാണെങ്കിൽ പൊളിഞ്ഞൊരു പരുവായി. എൻ്റെ 2 ഡോറും പോയെന്ന് തോന്നുന്നു. എനിക്ക് ഇറങ്ങണം, നമുക്ക് എന്തായാലും ഓടിപ്പോവാം. ഓക്കെ എന്തായാലും ഞാൻ എന്തായാലും ഓടി അവിടെ പോവുകയാണ്. ഓക്കെ നമ്മുടെ ടൈമൊക്കെ വെറുതെ പോവുകയാണ്. ഓക്കെ ഞാൻ എന്തായാലും നേരെ എന്നാലും വണ്ടി കയറിയിട്ടുണ്ട്. ഓക്കെ എന്നാലും നമുക്ക് പതുക്കെ പോയാലും മതി എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയാണ്. ഓക്കെ
അപ്പം എന്തായാലും നമുക്ക് എന്തായാലും പോകാം. ഓക്കെ, ഇവിടെ നിന്ന് പിന്നെ ഇതിൻ്റെ മണ്ടയ്ക്കൂടെ കയറിപ്പോകാൻ പറ്റത്തില്ല. ഇത് ഫുള്ള് റൗണ്ട് അടിച്ച് കറങ്ങി കയറണം. ഞാൻ എങ്ങനെ പോയെന്നൊന്നും എനിക്ക് ഇറങ്ങിയോടെ. ഓക്കെ ഓക്കെ, നമ്മളങ്ങനെ കിടുക്കാച്ചായിട്ട് നമ്മളങ്ങനെ വെറും 5 മിനിറ്റൊക്കെ കൊണ്ട് നമ്മളങ്ങനെ ഈ റേസ് അങ്ങനെ ഫൈനലി അങ്ങനെ ഫിനിഷ് ചെയ്തേക്കാണ് ഗായ്സ്. ഓക്കെ, ആ ലൈൻ കഴിഞ്ഞു. ഓക്കെ ഓക്കെ ഗായ്സ്, ഫൈനലി അങ്ങനെ ഗായ്സ് നമ്മളങ്ങനെ ജയിച്ചേക്കാണ്. ഈ എൻ്റെ മോനെ നമ്മുടെ താറ് വെച്ച് ഒടുക്കത്തെ സ്പീഡ്, ഒടുക്കത്തെ സ്പീഡാണ്. ഓക്കെ, അവ എന്തായാലും അവിടെ നിൽപ്പുണ്ട്. നമുക്ക് എന്തായാലും താറെടുത്ത് നേരെ എന്തായാലും അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് തന്നെ നിർത്താം. മോനെ നമ്മുടെ പുതിയ വണ്ടി ഫോർഡ് മസ്താങ്ങാണൊക്കെ എൻ്റെ മോനെ. അപ്പോൾ എന്തായാലും അവ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞിടാ. ഓക്കെ, അവ എന്തായാലും അവിടെ നിൽപ്പുണ്ട്. ഓക്കെ, എടാ നീ ജയിച്ചാ? ഏയ് നീ എന്തോ ചീറ്റിങ് കാണിച്ച് പോടാ. ഞാൻ ഒരു ചീറ്റിങ് കാണിച്ചൊന്നുമില്ല. ഞാൻ നല്ല പെർഫെക്റ്റായിട്ട് കളിച്ച് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ജയിച്ച്. അയ്യോ വണ്ടി പോയല്ലോ. അപ്പോൾ എല്ലാം ഓക്കെ അല്ലേ? നിങ്ങളെ ഫ്രണ്ടിലൂടെ കാറ് തരാൻ പറ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ, ഇവൻ്റെ കാറ് മസ്താങ്ങാണ്. ഇവനെങ്ങനെ ഇത്രയും 12 മിനിറ്റൊക്കെ എടുത്ത് ഇവിടെ വന്ന് തിരിച്ചു വരാൻ? എടാ അത് കാരണം എന്ന് വെച്ചാൽ അവൻ പോണ വഴിക്ക് ബീച്ചിൻ്റെ അവിടെയുള്ളൊരു മരത്തിലുകൊണ്ട് ഇടിച്ച് വണ്ടി മറിഞ്ഞ് ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ പോയി. അവ അവിടെ നിന്ന് ഒരു പാടുപെട്ടൊക്കെ എടുത്തപ്പോൾ അതിന് നല്ല സമയം പോയി. അപ്പം അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവൻ്റെ വണ്ടി ഫുള്ളായിട്ട് ഡാമേജ്. അവ എന്തൊക്കെയോ കാണിച്ചു തന്നപ്പോൾ നല്ല സമയം. അങ്ങനെ അവൻ പതുക്കെ പതുക്കെ ഇഴങ്ങി വന്ന് ഇവിടെ കൊണ്ടുപോയി അവൻ ഫിനിഷ് ചെയ്ത്. അങ്ങനെയാണ്. ഓ അങ്ങനെയാണ്. അതൊന്നും എനിക്ക് കേൾക്കണ്ടേ, എനിക്കെന്നാലും ഈ വണ്ടി കിട്ടണം. അപ്പം വണ്ടിയുടെ കീ ഞാൻ ഐശ്വര്യമായിട്ട് അങ്ങ് എടുത്തോ. എടാ എൻ്റെ വണ്ടി, എനിക്ക് എൻ്റെ വണ്ടി വേണം. പറ്റിയില്ലെന്ന് വെച്ചാൽ പറ്റില്ല. മര്യാദയ്ക്ക് എടുക്കടാ. അസ്പിഷ്ക. ഓക്കെ, അയ്യോ എന്നെ അടിക്കല്ലേ, അതാ വണ്ടിയുടെ കീ. ഓക്കെ ഗൈസ്, വണ്ടിയുടെ കീ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് അങ്ങനെ ഒരു മസ്താങ്ങും കൂടെ അങ്ങനെ ഗിഫ്റ്റായിട്ട് കിട്ടിയത്. അവിടെ താറൊന്ന് റെഡിയാക്കി എടുക്കണം. ഈ മസ്താങ്ങിനെ ഫുള്ള് ഡാമേജ് ആയി കിടക്കുകയാണ്. ഈ വണ്ടി ഇങ്ങനെയൊക്കെ ഇരിക്കണമെങ്കിലും ഫുള്ള് പോയി കിടക്കുകയാണ്. ഓക്കെ, എന്ന് വെച്ചാൽ വണ്ടിയുടെ ഫുള്ളായിട്ടുള്ള സിസ്റ്റം എല്ലാം പോയി കിടക്കുകയാണ്. നമ്മുടെ ഏതാണ് ഈ ഒരു താറിൻ്റെ ഇൻഫോടൈമും പോയി, ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും പോയി, അങ്ങനെയൊക്കെ ഫുള്ളാകെ പോയി കിടക്കുകയാണ്. ഓക്കെ, അപ്പം ഇത്രയുള്ള ഗൈസ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പം ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു 3rd പാർട്ട് എന്തായാലും ഇത്ര എന്തായാലും ഉള്ളൂ. ഓക്കെ, അയ്യോ ഞാൻ എന്താ വീണം. ഓക്കെ, അപ്പം ഇതിൻ്റെ 4th പാർട്ട് എന്തായാലും ഉടനെ എന്തായാലും വരുന്നതാണ്. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ.